ഇപ്പോൾ PV അൻവറിന്റെ വിശദമായ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം മഞ്ചേരിയിൽ PV അൻവർ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നൊരു സോഷ്യൽ മൂവ്മെന്റ് ആണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. നിയമ തടസ്സം മുന്നിലുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. നമുക്കിപ്പം PMA സലാം തത്സമയം ചേരുന്നു. ലീഗിന്റെ അധ്യക്ഷൻ ശ്രീ PMA സലാം, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന് വളരെ സ്വാധീനമുള്ളൊരു മേഖലയിലാണ് ഇന്നിപ്പോൾ PV അൻവർ തൻ്റെ സാമൂഹ്യ പ്രസ്ഥാനം എന്നാണ് അദ്ദേഹം അതിനെ പേരിട്ട് വിളിച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള. 1 ലക്ഷം ആളുകൾ എത്തുമെന്ന് PV അൻവർ കരുതുന്നു. ലീഗിൻ്റെ തട്ടകത്തിൽ PV അൻവർ ഒരു സാമൂഹ്യ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവമുള്ള സാമൂഹ്യ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ചെറിയ ആശങ്കയുണ്ടോ ശ്രീ PMA സലാം? ഒരാശങ്കയില്ലല്ലോ. കാരണം മുസ്ലിം ലീഗും UDF-ഉം ഇക്കാലം അത്രയും പറഞ്ഞ കാര്യങ്ങളാണ് വൈകിയാണെങ്കിലും ശ്രീ അൻവർ ഏറ്റെടുത്ത് പ്രചാരവേലകളുമായി വരുന്നത്. ഞങ്ങൾ പറഞ്ഞത് കൂടുതൽ വ്യക്തമായും കൂടുതൽ തെളിവുകളുടെ ബലത്തിലും അവരുടെ കൂടെ ഇത്രയും കാലം ഇരുന്ന് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അൻവർ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കതിൽ സന്തോഷമല്ലേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അൻവർ ഏറ്റെടുത്ത് നടത്തുന്നു. കൂടുതൽ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അത് എത്തിക്കുന്നു. അതിനുവേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് ആശ്വാസമാണ്. ലീഗിൻ്റെ അണികൾ ഈ സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുമെന്ന് കരുതുന്നുണ്ടോ അങ്ങ്? ലീഗിൻ്റെ അണികൾ എല്ലാ സാമൂഹിക നന്മയ്ക്ക് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെയും കൂടെ ഉണ്ടാകും. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ലീഗ് ഉണ്ടാവുള്ളൂ. അതായത് PV അൻവർ ഒരു സാമൂഹ്യ പ്രസ്ഥാനമായിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ ലീഗിൻ്റെ അണികൾ ഉണ്ടാവുന്നതിൽ തെറ്റില്ല. അല്ല, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുണ്ടല്ലോ, സന്നദ്ധ സംഘടനകളടക്കം. അത്തരം സംഘടനകളൊക്കെ പലതിനും മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന, ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സംഘടനയുടെ രൂപവും ഭാവവും നിലപാടുകളൊക്കെ അറിഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ നിലപാട് പറയാൻ കഴിയുള്ളൂ, UDF-ന്റെ നിലപാട് പറയാൻ കഴിയുള്ളൂ. മുസ്ലിം ലീഗിന് സ്വന്തമായി അതിലൊരു അഭിപ്രായം ഉണ്ടാവില്ല. UDF-ന്റെ നിലപാട് മുസ്ലിം ലീഗ് ഉണ്ടാവുക. PV അൻവർ അത് വ്യക്തമായി പറയുന്നു എന്നത് ലീഗിന് സന്തോഷമുണ്ട്. തീർച്ചയായും അതൊരു സാമൂഹ്യ നന്മയ്ക്കുള്ള സാമൂഹ്യ പ്രസ്ഥാനമാണെങ്കിൽ PV അൻവറിന്റെ സാമൂഹ്യ സംഘടനയെ ലീഗ് സ്വാഗതം ചെയ്യും. തീർച്ചയായും സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാഗതം ചെയ്യേണ്ടത് ഒരു പൗരന്റെ കടമയല്ലേ. ആ കടമ ലീഗിന്റെ പ്രവർത്തകർ നിർവഹിക്കും. ഒരു കാര്യം കൂടി ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം. PV അൻവറിനെ മാറ്റി നിർത്തേണ്ട കാര്യം നിലവിലുണ്ടോ? PV അൻവറിനെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന്? ഞാൻ രാഷ്ട്രീയമായി മാറ്റി നിർത്തേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു അൺടച്ചബിലിറ്റി വേണ്ടതില്ല എന്ന നിലയിലേക്ക് ലീഗ് എത്തിയിട്ടുണ്ടോ? അങ്ങനെയല്ല. നമ്മൾ മുസ്ലിം ലീഗും UDF-ഉം എടുത്ത തീരുമാനം അൻവറിൻ്റെ പാർട്ടിയുടെ സ്വഭാവം, ആ പാർട്ടിയുടെ നിലപാടുകൾ, അതിൻ്റെ രൂപം, ഇതൊക്കെ ആ കണ്ടതിന് ശേഷമാണ് UDF അൻവറിൻ്റെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുകയും ഇപ്പോൾ സാമൂഹ്യ പ്രസ്ഥാനമാണെന്ന് പറയുകയും ചെയ്യുന്ന സംഘടനയോട് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന നിലപാട് അൻവറിൻ്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. ആ നിലപാട് അറിഞ്ഞിട്ടല്ലാതെ ഞങ്ങൾക്കൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയും. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഇഷ്യൂകൾ അത് പ്രസക്തമാണ്. അതായത് ലീഗിലെ പ്രവർത്തകർ ഇന്നത്തെ സമ്മേളനത്തിൽ ഒഴുകിയെത്തുന്നതിൽ തെറ്റില്ല എന്നാണ് ശ്രീ PMA സലാം പറയുന്നത്. അങ്ങനെയല്ല. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും രാഷ്ട്രീയമില്ലാത്ത പ്രവർത്തകരും ഒരുപക്ഷെ ധാരാളം CPM പ്രവർത്തകരും എത്തും. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച്. അതായത് ഞാൻ അതിനകത്ത് ക്ലാരിറ്റി വരുത്താം. PMA സലാമിന് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ഇത് രൂപീകരിക്കുന്നതെങ്കിൽ UDF-ന്റെ കാര്യവും ലീഗിൻ്റെ ബന്ധവും കൂടിയാലോചനകൾക്ക് ശേഷമേ അങ്ങേക്ക് പറയാൻ സാധിക്കൂ. എന്നാൽ ഇതൊരു സാമൂഹ്യ പ്രസ്ഥാനമായിട്ടാണ് അദ്ദേഹം സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ നന്മയ്ക്ക് വേണ്ടിയുള്ള സാമൂഹ്യ പ്രസ്ഥാനമാണെങ്കിൽ PV അൻവറിനെ സ്വാഗതം ചെയ്യും. നന്മയ്ക്ക് വേണ്ടിയുള്ള സാമൂഹ്യ പ്രസ്ഥാനം അൻവറാണെങ്കിലും ആരാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ടു ഏർലി ഇദ്ദേഹത്തിൻ്റെ സംഘടനയുടെ സ്വഭാവം എന്താണ്
എന്ന് ആർക്കും അറിഞ്ഞൂടാ. അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ, അപ്പോഴല്ലേ നമുക്ക് സഹകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ, നേരെ മുന്നോട്ട് പോട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞ ഇഷ്യൂകളിൽ നമുക്ക് പൂർണ്ണ യോജിപ്പുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂകളാണ് ഇതൊക്കെ. അതിലേക്ക് അദ്ദേഹം വരികയും അത് ഏറ്റെടുക്കുകയും അതിൻ്റെ സമരവുമായി വളരെ മുന്നോട്ട് പോവുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളത്. യെസ്, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്നും DMK-യുമായി അദ്ദേഹം സെന്തിൽ ബാലാജി അടക്കമുള്ളവരുമായിട്ടും ശിവയുമായിട്ടുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയതും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് PV അൻവറിന് ആ അർത്ഥത്തിലൊരു പിന്തുണ പ്രഖ്യാപിച്ചതായി കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ? അത് ശരിയാണോ? അൻവർ ചെന്നൈയിൽ പോവുകയും അവിടെയുള്ള ഇന്ത്യ മുന്നണിയുടെ എല്ലാ ഘടകകക്ഷികളെയും സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളെയും ആ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട്. CPM-ന്റെ പ്രതിനിധികളെ പോലും കണ്ടിട്ടുണ്ട്. DMK-യുടെയും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷി നേതാക്കളുമായും കിട്ടാവുന്നിടത്തോളം ആളുകളുമായൊക്കെ അദ്ദേഹം ചെന്നൈയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ അറിവ്. ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പാർട്ടി ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുകയോ അതിനോടൊപ്പം നിൽക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പ്രതിനിധി അത് കേട്ടു, അത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ അറിയിച്ചു, അത്രയേ ഉള്ളൂ. ഈ ഇന്ത്യ മുന്നണിയിലേക്ക് ഇനി ഇതൊരു സാമൂഹ്യ സംഘടനയാണ്, പിൽക്കാലത്ത് ഇത് രാഷ്ട്രീയ സംഘടനയായിട്ട് മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ PV അൻവർ ആഗ്രഹിച്ചാൽ ലീഗ് ഇതിനെ സ്വാഗതം ചെയ്യുമോ? അല്ല, അത് അപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ സ്വാഗതം ചെയ്യുകയും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ആകാതിരിക്കുകയും ചെയ്താൽ എന്റെ സ്വാഗതം വെറുതാവില്ലേ? അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ആവട്ടെ ആദ്യം. അദ്ദേഹം ഒരു തീരുമാനം എടുക്കട്ടെ എന്നതാണ്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയോ സാമൂഹ്യ എന്താണ് വൈകുന്നേരം എന്നുള്ളത് കാണട്ടെ, ആ നയപരമായ അദ്ദേഹത്തിന്റെ വിശദീകരണം കേൾക്കട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനമെടുക്കാം. തീർച്ചയായും. ഓക്കെ, ഞാനിനി നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് മറ്റ് വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ ഇന്നലെ റിസാലയിൽ, അതായത് കാന്തപുരം വിഭാഗത്തിൻ്റെ മാസികയിലും അതിന് തൊട്ട് മുമ്പ് സമസ്തയുടെ നേതാവ് ബഹാവുദ്ദീൻ നദ്വിയും അടക്കമുള്ളവർ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മലപ്പുറം പരാമർശമാണ് വിഷയം. ദ ഹിന്ദുവിൽ ആ മലപ്പുറം പരാമർശം വന്നത് PR ഏജൻസി വഴിയാണ് എന്ന് ഹിന്ദു സമ്മതിക്കുന്നു. മുഖ്യമന്ത്രി അതിൽ തെറ്റുകാരനല്ല എന്ന മട്ടിലാണ് ഹിന്ദു പറയുന്നത്. പക്ഷേ PR ഏജൻസി ഏൽപ്പിച്ചു എന്നുകൂടി പത്രം പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ലീഗ് നിലപാട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാന്തപുരം വിഭാഗമാണെങ്കിലും സമസ്തയിലെ ഒരു വിഭാഗമാണെങ്കിലും ഈ മലപ്പുറം പരാമർശം ഈ മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളാനുള്ള ചില രാഷ്ട്രീയ സംഘടനകളുടെ അസഹിഷ്ണുത CPM-നുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അത് വലിയ വീഴ്ചയാണ് എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത്. ലീഗ് എങ്ങനെയാണ് ഈ PR വിഷയത്തെ സമീപിക്കുന്നത്? ഞങ്ങൾ വളരെ ഗുരുതരമായി തന്നെയാണ് ഇത് കാണുന്നത്. CPM കുറച്ച് കാലമായി ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇത് തനിയെ വന്നതാണ്, അദ്ദേഹത്തിൻ്റെ വാർത്താ കുറിപ്പിലേക്ക് ഇത് കടന്നു വന്നതാണ്, അത് അറിയാതെ വന്നതാണ് എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ PR ഏജൻസി ഇത് എഴുതി കൊടുക്കണമെങ്കിൽ ശക്തമായ സംവിധാനം അതിന് പിറകിലുണ്ടാവും. അത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ബോധപൂർവമായി ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണെന്ന് നിങ്ങൾ പറയുന്നു. ആസൂത്രിതമല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ആഗ്രഹിക്കാത്തതും ഉദ്ദേശിക്കാത്തതുമായ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ വന്നു എന്നത് സത്യമല്ലേ? അത് ആര് വരുത്തി എന്ന് നോക്കിയിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ ഹിന്ദുപത്രം തെറ്റായി എഴുതിയതാണെങ്കിൽ ഹിന്ദുപത്രത്തിനെതിരെ കൊടുക്കണം. ഹിന്ദുപത്രം പറയുന്നു PR എഴുതി തന്നാണ്. അങ്ങനെ PR എഴുതി തന്നത് മുഖ്യമന്ത്രി അറിയാതെയാണെങ്കിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയാണെങ്കിൽ ആ PR ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയല്ലേ? അത്യന്തം ഗുരുതരമായൊരു സംഭവമല്ലേ ഇത്? അത്യന്തം ഗുരുതരമാവും. ജനവിഭാഗങ്ങളെ ഭാഗിച്ച് വിഭജിച്ച് അവരെ വിഭാഗീയത സൃഷ്ടിച്ച് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, വർഗീയത ഉണ്ടാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ, വർഗീയ കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇത് ആസൂത്രിതമായിട്ടാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ളതാണെന്നാണോ അങ്ങ് മനസ്സിലാക്കുന്നത്? അതല്ല, മുഖ്യമന്ത്രിയുടെ സ്വകാര്യമായ ഇപ്പോൾ PV അൻവറൊക്കെ ആരോപിക്കുന്നത് പോലെയുള്ള വ്യക്തിപരമായ ആവശ്യങ്ങളുടെ പുറത്തുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പരാമർശമായിട്ടാണോ താങ്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്?
വ്യക്തിപരമായ പരാമർശമാകുന്നതിന് ധാരാളം സാധ്യതകളുണ്ട്. പക്ഷേ ഞങ്ങളവിടെ അവസാനിപ്പിക്കുന്നില്ല. വ്യക്തിപരമായ പരാമർശങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി ഇടപെടുന്നില്ല? പാർട്ടിയുടെ അഭിപ്രായമല്ലെങ്കിൽ പാർട്ടി ഇടപെടണ്ടേ? ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റികളൊക്കെ ചേർന്നുകൊണ്ടിരിക്കുക. അവരൊരു തീരുമാനമെടുത്ത് ഇത്തരം മുഖ്യമന്ത്രിക്കെതിരായി അപവാദം ഉണ്ടാക്കി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ ഡാമേജ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡാമേജ് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു വാർത്ത കൊടുത്ത ഏജൻസിക്കെതിരെ പാർട്ടി കേസ് കൊടുക്കണ്ടേ? പാർട്ടി ഇറങ്ങുന്നില്ലല്ലോ. പാർട്ടിയും മുഖ്യമന്ത്രിയെ ഭയപ്പെട്ട് നിൽക്കുകയാണോ? മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ പേഴ്സണൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി അത് നമുക്ക് പ്രത്യേകം കാരണം ഡൽഹിയിൽ പോയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഹിന്ദു പത്രത്തിന്, ഇംഗ്ലീഷ് മാധ്യമത്തിനാണ് കൊടുത്തത്. അപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും ഇത് കാണണം. ഞാൻ അവരുടെ കൂടെയാണ് ആശയങ്ങളിൽ, മുസ്ലിം സമുദായത്തിന് എതിരാണ് എന്നത് ബോധപൂർവം BJP RSS നേതൃത്വം മനസ്സിലാക്കാൻ വേണ്ടി ADGP അജിത് കുമാറിനോട് പറഞ്ഞയച്ചതിന് അപ്പുറത്തേക്ക് ഞാൻ നേരിട്ട് പറയുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അവരുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ നിയമ നടപടികൾ ഉണ്ടാകണ്ടേ? ഇതുവരെ അത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അവരെ തള്ളിപ്പറയാൻ പോലും തയ്യാറായിട്ടില്ല പാർട്ടിയും മുഖ്യമന്ത്രിയും. അതായത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യമുണ്ടാവാം, പക്ഷേ പാർട്ടി അത് തള്ളാത്തിടത്തോളം കാലം പാർട്ടിയുടെ നയത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന നിലയിൽ കൂടി താങ്കൾ ഇതിനെ കാണുന്നു. തീർച്ചയായും കാണേണ്ടതല്ലേ? പാർട്ടി തള്ളാതിരിക്കുന്നിടത്തോളം കാലം അത് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്ന് വിശ്വസിക്കാനല്ലേ ന്യായം? അങ്ങനെയാണെങ്കിൽ PM സലാം, ഈ തിരഞ്ഞെടുപ്പ് വരെ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനും ലീഗിനെ തന്നെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാനുമായി ഒരുപാട് നീക്കങ്ങൾ നടത്തിയ പാർട്ടിയാണ് CPIM. പൗരത്വ നിയമ ഭേദഗതി വിഷയമാണെങ്കിലും സിവിൽ കോഡ് വിഷയമാണെങ്കിലും മുത്തലാഖ് വിഷയമാണെങ്കിലും സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പോലും രംഗത്ത് വന്നു CPIM. ലീഗിനേക്കാൾ കൂടുതൽ ന്യൂനപക്ഷ വിഷയങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ധരിപ്പിക്കത്തക്ക രീതിയിൽ. പക്ഷേ ആ ഘട്ടങ്ങളിലെ പാർട്ടിയുടെ നിലപാടിന് ഒരു മാറ്റം സംഭവിച്ചു എന്ന് വേണമോ കരുതാൻ? അഥവാ ഭൂരിപക്ഷ മതരാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുകയാണ് ഇനി തിരഞ്ഞെടുപ്പിൽ സാധ്യതയെന്ന് CPM ബോധ്യപ്പെട്ടതിന് ശേഷമുള്ള ഒരടവ് മാറ്റമാണോ അത്? അല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എല്ലാ കാലത്തും CPM വേട്ടക്കാരോടൊപ്പം വേട്ട ചെയ്യുകയും ഇരയോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. എന്തൊക്കെ രാഷ്ട്രീയ അടവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുമാറ്റവും ചേരിമാറ്റവും ഒക്കെ നടത്തിയാലും മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലല്ലേ അവരുള്ളൂ, ന്യൂനപക്ഷ വിരുദ്ധതയാണ്, മുസ്ലിം വിരുദ്ധതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് ഇടതുപക്ഷ സഹയാത്രികൻ മാത്രമല്ല, ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന ശ്രീ KT ജലീൽ ഇന്നലെ പ്രസ്താവന ഇറക്കിയത്. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, ഡോക്ടർ അനിൽകുമാർ കേട്ടല്ലോ, ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഒരു മതപരമായ ഫത്വ കൊടുത്താൽ കള്ളക്കടത്ത് നിൽക്കും എന്നാണ്. 99% കള്ളക്കടത്തുകാരും മുസ്ലിങ്ങളാണ് എന്നാണ്. എത്ര അപകടകരമായ പ്രസ്താവനയാണിത്. അദ്ദേഹം അൻവറിൻ്റെ കൂടെ പോകാൻ നിൽക്കുകയും എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ഇടത്തോട്ടും വലത്തോട്ടുമില്ല എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറുകണ്ട ചാടിയല്ലോ, അദ്ദേഹം ചാടിക്കളിച്ചല്ലോ. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് വെടിവെച്ചാൽ പോലും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഞാൻ പോകില്ല. അപ്പം അതിനർത്ഥം ആരെങ്കിലും വെടിവെക്കുമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞോ? KT ജലീൽ പറഞ്ഞത് ഈ വിവാദമായ മലപ്പുറം പരാമർശത്തെക്കാൾ ഗുരുതരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് KT ജലീൽ നടത്തിയിരിക്കുന്നത് അല്ലേ? ഒരു സംശയമില്ലല്ലോ. ഒരു സമുദായത്തെ മുഴുവൻ കുറ്റക്കാരാക്കാണ്. ജലീലിൻ്റെ കൂടെയും മുസ്ലിങ്ങളില്ലേ? അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ മുസ്ലിം പേരുകളുള്ള ആളുകളില്ലേ? ഇവരെയൊക്കെ കുറ്റവാളികളാണോ? ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളികളാക്കുകയാണ്. 99% കള്ളക്കടത്തുകാരും മുസ്ലിങ്ങളാണ്. അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ ഇത് കിട്ടിയത്, ഈ ഡാറ്റ കിട്ടിയത്? അദ്ദേഹം പുറത്തു വിടണം. കേരളത്തിലെ തിരുവനന്തപുരം, കണ്ണൂർ, കരിപ്പൂർ എയർപോർട്ടുകളിൽ നിന്ന് പിടിച്ച കള്ളക്കടത്ത് കേസുകളിൽ കുറ്റവാളികളായ ആളുകളുടെ പേര് പേരൊന്ന് പുറത്തു വിട്ടിട്ട് 99% മുസ്ലിങ്ങളുണ്ടോ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല അദ്ദേഹത്തിനില്ലേ? എന്ത് തോന്നിയാസവും പറയാം. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ എന്തോ ഓഫർ ചെയ്തിട്ടുണ്ട്, രാജ്യസഭയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനുവേണ്ടി ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളികളാക്കി നിർത്താൻ
എവിടുന്നാണ് ഇദ്ദേഹത്തിന് പ്രചോദനം കിട്ടിയത്? ഈ എന്താണ് CPM പിണറായി വിജയൻ പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രസ്താവനയല്ലേ ശ്രീ കെ ടി ജലീൽ നടത്തിയത്? അങ്ങനെയാണെങ്കിൽ കെ ടി ജലീൽ ഈ സമുദായത്തോട് മാപ്പ് പറയേണ്ടതല്ലേ? സമുദായത്തോട്, ലോകത്തോട് പൊതുവെ മാപ്പ് പറയണ്ടേ? ഒരു സമുദായം മാത്രമല്ലല്ലോ, മതനിരപേക്ഷ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ എതിർക്കുന്നു. അതാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എല്ലാ മതസംഘടനകളും അതുപോലുള്ള കാര്യങ്ങൾ. അദ്ദേഹം നേരത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട്, അദ്ദേഹം അത്രത്തോളം നല്ല കാര്യങ്ങൾ പറയുന്നത് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വളരെ നല്ലതാണ്. പക്ഷേ ഇത് ഒരു സമുദായത്തെ മുഴുവൻ ക്രിമിനൽസാക്കി ചിത്രീകരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ്, BJP പോലും ഇന്നലെ അതിനെ എതിർത്ത് പറഞ്ഞു. ശ്രീ സുരേന്ദ്രനും ശ്രീ CK പത്മനാഭനും ഇന്നലെ പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രദേശത്തോട് അലർജിയില്ല, ഒരു സമുദായം കുറ്റവാളികളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ BJP പോലും പറഞ്ഞിട്ട് 99% മുസ്ലിങ്ങൾ കുറ്റവാളികളാണ്, കള്ളക്കടത്തുകാരാണ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് അദ്ദേഹത്തിന് ഇതിൻ്റെ ഡാറ്റാസ് കിട്ടി? എന്തിന് അദ്ദേഹം ഇത് പറയുന്നു എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ഈ വിഷയത്തിൽ CPM ഉം LDF ഉം നിലപാട് വ്യക്തമാക്കണ്ടേ? അദ്ദേഹം ഇപ്പോഴും LDF ൽ തുടരുന്ന ഒരു സ്വതന്ത്ര MLA ആണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയിലെ CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ ശ്രീ KT ജലീലിൻ്റെ ഈ പ്രസ്താവന മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? അതിൽ പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്ന് CPM പാർട്ടി സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ വ്യക്തമാക്കണം എന്നത് തന്നെയാണ് ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു വാഗ്ദാനം കേട്ട് മുഖ്യമന്ത്രി നടത്തിയ മലപ്പുറം പരാമർശത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു KT ജലീൽ എന്നാണ് താങ്കൾ പറയുന്നത്. KT ജലീൽ ലോകത്തോട് മാപ്പ് പറയണം. LDF കൺവീനർ ഇതിൽ ഈ പ്രസ്താവനയിലുള്ള LDF-ന്റെ ഇടതുമുന്നണിയുടെയും പാർട്ടിയുടേത് MV ഗോവിന്ദ മാഷും പറയണം എന്നാണ് താങ്കൾ പറയുന്നത്. ഒരു കാര്യം കൂടി, CPI ഈ ADGP-ക്കെതിരായ പോരാട്ടം കടുപ്പിക്കുകയാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും LDF-ൽ CPM-ൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് CPM-നും CPI-ക്കും ഇടയിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു ADGP വിഷയത്തിൽ. ഇന്ന് ADGP-ക്കെതിരായ ഒരു നടപടി ഉണ്ടായേക്കുമെന്നാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കാരണം റിപ്പോർട്ട് ഹോം സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ADGP-യെ വൈകിയാണെങ്കിലും മാറ്റുന്നു. CPI അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മുന്നണിയിൽ തന്നെ തുടരുന്നു. CPI-യുടെ നിലപാടുകളോട് ലീഗ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഈ നിലപാടിൽ ഞങ്ങളെല്ലാം ഒരേ അഭിപ്രായക്കാരാണ്. അതിൻ്റെ അർത്ഥം എല്ലാ നിലപാടുകളിലും ഒരേ അഭിപ്രായമാണ് എന്നല്ലല്ലോ. CPI മാത്രമല്ലല്ലോ, RJD പറഞ്ഞിട്ടുണ്ട്, അതുപോലെ JDS പറഞ്ഞിട്ടുണ്ട്, NCP പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ DGP-യെ മാറ്റണമെന്ന്. എന്നിട്ട് പോലും മാറ്റാതെ ഏകാധിപത്യ പ്രവണത, ഞങ്ങളതാ നേരത്തെ പറയുന്നത്. LDF ഒരു മുന്നണിയല്ല, അത് CPM-ന്റെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തിന് കീഴിലുള്ള ഒരു സംഘം മാത്രമാണ്. നടപ്പാകില്ല. ഇപ്പൊ ഞങ്ങൾ തീർച്ചയായും നേരത്തെ അങ്ങനെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യമാണ് ആ മുന്നണിയിലുള്ളത്. അത് കൂടുതൽ വ്യക്തതയോടുകൂടി ഇപ്പോൾ പുറത്തു വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീ PB സലാം, നേരത്തെ MV ഗോവിന്ദൻ മാഷ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിരുന്ന വാചകം ന്യൂനപക്ഷങ്ങൾക്കിടയിലെ മതേതര ജനാധിപത്യ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ലീഗിനെ കുറിച്ച് അത് SDP-യുമായും ജമാഅത്തെയുമായും സ്വഭാവം പിൻപറ്റുന്ന പാർട്ടിയായി ലീഗ് മാറിക്കഴിഞ്ഞു എന്ന CPM നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് ശ്രീ PB സലാം? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഹെഡ് ഓഫീസായ കോഴിക്കോട്ടെ ഇറാ സെൻറ്ററിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എത്രമാത്രം നേതാക്കന്മാർ സന്ദർശനം നടത്തി, ചർച്ച നടത്തി, സഖ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൽ വളരെ വ്യക്തമല്ലേ? വ്യക്തമായ കണക്ക് ഞങ്ങൾക്ക് പറയാലോ. SDP-യുമായി മാർക്സിസ്റ്റ് പാർട്ടി സഖ്യം ചെയ്ത് എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ മുസ്ലിം ലീഗുകാരനായ UDF-കാരനായ ചെയർമാനെ മാറ്റാൻ SDP-യോടൊപ്പം വോട്ട് ചെയ്ത പാർട്ടിയാണ് CPM. കോട്ടയം നഗരസഭയിൽ കോൺഗ്രസ്സുകാരനായ ചെയർപേഴ്സണെ മാറ്റാൻ BJP-ക്കൊപ്പം വോട്ട് ചെയ്ത പാർട്ടിയാണ് CPM. അവർക്ക് മറ്റൊരാളുകളെ ചാപ്പ കുത്താൻ എന്താ അവകാശമുള്ളത്? മുസ്ലിം ലീഗിനെ കുറിച്ച് ഇവരുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ മുസ്ലിം ലീഗ് എന്താണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് നന്നായി അറിയാം. ആ വിശ്വാസമാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തി.
ഓക്കെ, ശ്രീ PM സലാം, ഒരു കാര്യം കൂടി. ഇന്നിപ്പോ PV അൻവറിന്റെ ഈ മഞ്ചേരിയിലെ പ്രസംഗം താങ്കൾ കേൾക്കുന്നുണ്ടോ? അത് എപ്പോഴെങ്കിലും അറിയാതിരിക്കാൻ പറ്റൂലല്ലോ. എന്തായാലും കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കും. അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞു, പാർട്ടി രൂപീകരിക്കുന്നില്ല, സാമൂഹ്യ സംഘടന മാത്രമാണ്. അതിൽ അങ്ങയും നിലപാട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ശ്രീ PM സലാം. വളരെ കുറച്ച് സമയമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ താങ്കൾ പങ്കുവച്ചു. നമുക്കിനിയും കാണാം. രാഷ്ട്രീയം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. തീർച്ചയായിട്ടും ലീഗിൻ്റെ അഭിപ്രായങ്ങൾ പല വിഷയങ്ങളിലും ശ്രദ്ധേയവുമാണ്. താങ്ക് യു ശ്രീ PM സലാം. ഒരു ശുഭദിനം ആശംസിക്കുന്നു.